ചിലർ പറയും ഈ റീൽ എടുക്കാൻ മാത്രം അറിയുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള ഒരു ആളുകൾ അഭിനയിക്കാൻ കൂടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പലരോട് പറഞ്ഞില്ല, അവര് റീൽ എടുക്കുന്ന പോലെയല്ലോ സിനിമ അഭിനയിക്കാൻ. കറക്റ്റാണ്. പക്ഷെ ചില ആളുകൾ റീലിനപ്പുറത്തേക്ക് അഭിനയിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ഈ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് തിരിച്ചറിയാനായിട്ട് രേണുവിലൂടെ എനിക്ക് സാധിച്ചു. അത് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ രേണുവിനെ എതിരെയുള്ള അക്രമങ്ങൾ ഇപ്പൊ എന്റെ സോഷ്യൽ മീഡിയ പേജിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കുറെ തെറി പറയുന്നുണ്ട് ഒരാൾക്ക്. അത് ഈ അവസരത്തിൽ പറഞ്ഞില്ലെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അവരവരുടെ ജോലി ചെയ്യുന്നു, അവരവരുടെ ജീവിതമാർഗം ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞു, ഞാൻ ആളെ പേരൊന്നും പറയില്ല, അത് സുഹൃത്താണ്, ഞാൻ പറയില്ല. ആളെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ പടം അനൗൺസ് ചെയ്ത സമയത്ത് രേണുസുതിക്ക് ഇപ്പൊ ബാഡ് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുക, ഫുള്ള് കമന്റ്, ആളെ കളിയാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ സിനിമയ്ക്ക് അത് ബാധിക്കില്ല എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു, അവര് അവരുടെ ജീവിതം, അവരുടെ മാർഗം, അതിനെ ഒരിക്കലും അവരുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഒരിക്കലും എന്റെ സിനിമയെ ബാധിക്കില്ല. കാരണം അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർക്ക് കൂടെ നിൽക്കുകയാണ് നമ്മൾ വേണ്ടത്. അടിച്ച് അമർത്തിയവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. കാരണം ചവിട്ടിക്കൂട്ടല്ലായിരുന്നു പറ്റും, പിടിച്ച് കൈ പിടിച്ച് ഉയർത്താനായിട്ട് കുറച്ചാളുകൾ ഉണ്ടാവാറുള്ളൂ. കാരണം അത് ഇനിയും അതിന് ഞാൻ ശ്രമിക്കും എന്നുള്ളത് ഞാൻ പറയാണ്. കാരണം ഇപ്പൊ നമ്മുടെ ഉണ്ണിക്കണ്ണനെയൊക്കെ എത്ര തെറി പറഞ്ഞ ആൾക്കാർ ഉണ്ണിക്കണ്ണോണ്ടിരിക്കുന്നുണ്ട്. ഉണ്ണിക്കണ്ണൻ ഞാൻ മുമ്പേ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണിക്കണ്ണൻ എന്റെ അടുത്ത് വന്നാന്നറിയും. അവസരങ്ങൾ ചില സാഹചര്യങ്ങൾ കൂടെ എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഉണ്ണിക്കണ്ണനെ പോലുള്ള ആളുകളെയൊക്കെ ഒരുപാട് ആളുകൾ തെറി പറഞ്ഞ് ഭയങ്കരമായിട്ട് മോശം കമന്റുകളൊക്കെ ഇട്ട് കേൾക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഉണ്ണിക്കണ്ണൻ ഉണ്ടല്ലോ, എത്ര കാശ് ഒരു പ്രമോഷൻ എത്ര കാശ് മേടിക്കാൻ പറയും. അപ്പൊ ഉണ്ണിയുടെ കഴിവ് തെളിയിച്ച ഒരാളാണ്. അപ്പൊ കഴിവ് പല രീതിയിൽ തെളിയിക്കാം. ഇപ്പൊ സന്തോഷ് പണ്ഡിതിനെ കുറ്റം പറയുന്നവരുണ്ട്. സന്തോഷ് പണ്ഡിത് ഞാൻ പറയുന്നത് ബെസ്റ്റ് ബിസിനസ്മാൻ. പല കഴിവ് എന്താണ്, ഇപ്പൊ കഴിവിന് പല രീതികളും അല്ലെങ്കിൽ പല വ്യവസ്ഥകളും അങ്ങനെയൊന്നുമില്ല. എല്ലാവരും കഴിവുണ്ട്. അത് തെളിയിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരം ലഭിക്കുക എന്നുള്ളതാണ്, അല്ലെ? അവസരം ലഭിച്ചാലല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ ഈ രേണുസുതിക്കെതിരെയുള്ള ഈ സൈബർ അറ്റാക്ക് നിർത്തണം എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയുന്നത്. അവരവർ ജീവിക്കട്ടെ, അവരുടെ മക്കളെ നോക്കി, അവരുടെ കുടുംബം നോക്കി അവർ ജീവിക്കട്ടെ. അപ്പോ അതിന് ഞാൻ അവർക്ക് ഈ ഒരു യാത്രയിൽ ഇനി അവര് എനിക്ക് തോന്നുന്നു പിടിച്ചാൽ കിട്ടാത്ത പോലെ അതെ ഇച്ചിരി ബ്ലോക്കാണ്. ഞാനിപ്പോ പടത്തിലേക്ക് ചാൻസ് ഡേറ്റ് പറഞ്ഞപ്പോ ഒരു ക്യാരക്ടർ പ്രതീക്ഷും രേണുവിന്റെ പെയറായിട്ട് അഭിനയിച്ച് അത്യാവശ്യം നല്ല ഹൈപ്പിൽ നിൽക്കുന്ന ഒരാളാണ് പ്രതീക്ഷും ഇവരും കൂടിയിട്ട് പെയറായിട്ടാണ് ഇത് ചെയ്യുന്നത്, ഭാര്യ ഭർത്താവായിട്ട്. അപ്പോ ഞാൻ രേണുവിനോട് ചോദിച്ചു ഡേറ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു രേണു വൈകാതെ ഒരു ബിഗ് പ്ലാറ്റ്ഫോമിലേക്ക് പോവാനായിട്ട് നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെ? അങ്ങനെ കേൾക്കുന്നുണ്ട്. ഹ്യൂമറാണോ എന്ന് അറിയില്ല, പക്ഷെ സാധിക്കട്ടെ. ബിഗ് ബോസിലേക്കൊക്കെ ക്ഷണിച്ചു എന്ന് ഒരു റൂമർ കേൾക്കുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസിനെത്തട്ടെ, കപ്പടിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കപ്പടിച്ച് ഈ കുട്ടികളെ സംരക്ഷിക്കട്ടെ, അതിനുവേണ്ടി പ്രയത്നിക്കട്ടെ. അവർക്കൊരു കുടുംബം ഉണ്ടാവട്ടെ, അവർക്കൊരു ലൈഫ് ഉണ്ടാവട്ടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ അവർക്ക് നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ. എന്നെ പോലെയുള്ള യുവ സംവിധായകന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, അവർക്ക് സിനിമ അവരെ മാറ്റി നിർത്തല്ലേ, അവരെ മാറ്റി ഒരിക്കലും മാറ്റി നിർത്തില്ലെന്ന് ഞാൻ പറയണേ. അവരെ നമ്മൾ പിടിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. അവര് ജീവിക്കട്ടെ. ആർക്കാണ് ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജീവിത പ്രശ്നങ്ങള് നമുക്ക് പറഞ്ഞ് എല്ലാ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് അവർക്ക് അവരുടേതായിട്ട് ജീവിക്കാൻ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പറയില്ലേ, എല്ലാവരും പറയാം ഡ്രസ് ഇടാനുള്ള അവകാശം, ഭക്ഷണം കഴിക്കാനുള്ള അവകാശം, നമ്മുടെ അങ്ങനെയുള്ള പല അവകാശങ്ങളും നമുക്കുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യം പോലെയുള്ള അവകാശങ്ങൾ അവർക്ക് ജീവിക്കാനുള്ള അവകാശം കൊടുക്കും. അവർ ജീവിക്കട്ടെ. അപ്പോ ആ ഒരു വിഷയം ഈ ഒരു അവസരത്തിൽ ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ കാരണം